ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനിൽ വസ്ത്രങ്ങൾ അലക്കിയാൽ നമുക്ക് വരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരായിരിക്കും. 100-80% പേരുടെ വീട്ടിലും വാഷിംഗ് മെഷീൻ ഉണ്ടാവും. അതിൽ തന്നെയായിരിക്കും വസ്ത്രം അലക്കുന്നതും. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീനിൽ വസ്ത്രം അലക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും വാഷിംഗ് മെഷീനിൽ വസ്ത്രം അലക്കിയാൽ നമുക്ക് വരുന്ന കുറച്ച് രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്നത്തെ കാലത്ത് യന്ത്രസഹായമാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്. സമയക്കുറവും മടിയും ാണ് ഈ യന്ത്രങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അരയ്ക്കാനും അലക്കാനും എല്ലാ മെഷീനുകളാണ് ഇന്നത്തെ കാലത്തുള്ളത്. തുണികൾ കഴുകുന്നതിന് വാഷിംഗ് മെഷീൻ ഇന്നത്തെ കാലത്ത് മിക്ക പേരും ഉപയോഗിക്കുന്നുണ്ട്. അലക്കിപ്പിഴഞ്ഞ് ഉണക്കിയിടുന്ന വാഷിംഗ് മെഷീനുകൾ വരെയുണ്ട്. വാഷിംഗ് മെഷീനിൽ നാം മിക്കവാറും വസ്ത്രങ്ങൾ ഒരുമിച്ചിടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യലുണ്ടാകുക. അപ്പോൾ ഇത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നാം വാഷിംഗ് മെഷീനിൽ തുണിയിടുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾ, ഫംഗസ്, ബാക്ടീരിയ, വിയർപ്പ്, പൊടി എന്നിവയെല്ലാം ഈ തുണികളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അടിവസ്ത്രങ്ങൾ കഴുകാൻ ഇതിൽ മലത്തിൽ കാണുന്ന ഈ കോളി ബാക്ടീരിയ പോലെയുള്ള പല അണുക്കളും ഉണ്ടാകാം. ഇതിൽ സോപ്പ് പൊടിയിടുമ്പോൾ പലപ്പോഴും ഈ സോപ്പ് മുഴുവൻ അലിഞ്ഞു പോകാതെയും വരും. ഈ സോപ്പും ബാക്ടീരിയയും എല്ലാം ചേർന്ന് വാഷിംഗ് മെഷീനിൽ അടിഞ്ഞുകൂടും. അപ്പോൾ വാഷിംഗ് മെഷീനിൽ മിക്കപ്പോഴും ഈർപ്പം നിറഞ്ഞ ഒരവസ്ഥയാണ് ഉള്ളത്. ഇത് ബാക്ടീരിയ, ഫംഗൽ വളർച്ചയ്ക്ക് ഏറെ ഗുണകരമാകും. അപ്പോൾ ഇതിലിട്ട് നനച്ച് പകുതി ഉണക്കിയാണ് നമുക്കിത് കിട്ടുന്നത്. പലപ്പോഴും പലരും അധികം വെയിലില്ലാത്ത സ്ഥലത്തായിരിക്കും ഇത് ഉണക്കാനിടുന്നത്. ഇതിലെ ഇത്തരം രോഗാണുക്കൾ പ്രതിരോധശേഷി കുറവുള്ളവരെ പെട്ടെന്ന് ബാധിക്കും. അവർക്ക് ഉദര രോഗങ്ങൾ, ദഹനക്കേട് തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നു. കുട്ടികൾ, പ്രായമായവർ, രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നവർ എന്നിവരെ ഇത്തരം രോഗങ്ങൾ ബാധിക്കാൻ ഇത് വഴിയൊരുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് പലർക്കും അറിയില്ലായിരിക്കും. വയറിന് മാത്രമല്ല ചർമ്മ രോഗങ്ങൾക്കും ഇവ കാരണമാകുന്നുണ്ട്. ചർമ്മത്തിൽ വരുന്ന അലർജിയും അതേപോലെ തടിപ്പും ചൊറിച്ചലും എല്ലാം ഇത് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റഫൈലോകോക്കസ് പോലെയുള്ള ബാക്ടീരിയകളുടെ വളർച്ചയാണ് ഇത്തരം ചർമ്മ പ്രശ്നങ്ങൾക്കും അലർജിക്കെല്ലാം കാരണമാകുന്നത്. ഇതുപോലെ വരണ്ട ചർമ്മമാണെങ്കിൽ ഇത് ഏറെ ദോഷം വരുത്തുകയും ചെയ്യും. ചർമ്മത്തിൽ ചൊറിച്ചലും മറ്റും ഉണ്ടാക്കും. പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങളെക്കാൾ ഇവയിൽ ഇലാസ്റ്റിക് പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാകും. ഇതിൽ ഇത്തരം ഭാഗങ്ങളിൽ രോഗാണു അടിഞ്ഞുകൂടി പുഴുക്കടി പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കും. പ്രത്യേകിച്ച് പലരും അടിവസ്ത്രങ്ങൾ മറ്റാരും കാണാതെ ഇരുണ്ട സ്ഥലങ്ങളിൽ, വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ ഇട്ട് ഉണക്കുന്നവരായതിനാൽ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് നിങ്ങൾ അടിവസ്ത്രം കഴുകുന്നവരാണെങ്കിൽ തീർച്ചയായും ആ ഒരു പ്രവണത നിങ്ങൾ ഒഴിവാക്കണം. ഇനി വാഷിംഗ് മെഷീന് നമ്മൾ കൃത്യമായി അണുവിമുക്തമാക്കണം. ബേക്കിംഗ് സോഡ 1 ടീസ്പൂണ് 1 കപ്പ് വെള്ളത്തിൽ എടുക്കുക. ഇതിൽ 2 അടപ്പ് വിനേഗർ ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ അച്ചാറൊക്കെ ഇടുന്നതോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെജിറ്റബിൾസ് കഴുകാൻ ഉപയോഗിക്കുന്നതോ ആയാലും മതി. അത് ചേർക്കുക. ഇത് 60 ഡിഗ്രി ചൂടാക്കുക. ഇത് വാഷിംഗ് മെഷീനിൽ ഒഴിച്ച് ഇതിൽ തുണി ഇല്ലാതെ വാഷിംഗ് മെഷീൻ ഓണാക്കി കഴുകുക. ഇതിലൂടെ അണുക്കളെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുക. ഇതിലൂടെ വാഷിംഗ് മെഷീനിൽ കൂടി വരുന്ന രോഗങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. ഇതുപോലെ വിലക്കുറവ് കണക്കാക്കി ഗുണം കുറഞ്ഞ സോപ്പ് പൊടി മെഷീനിൽ ഇടരുത്. അടിവസ്ത്രങ്ങൾ കഴിയുന്നതും ഇതിൽ ഇടുന്നത് ഒഴിവാക്കണം. കഴിയുന്നതും അതൊക്കെ കൈകൊണ്ട് തന്നെ നന്നായി അലക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വരുന്ന ഉദര രോഗങ്ങൾ, ചർമ്മ രോഗങ്ങൾ, ഇതിൻ്റെയെല്ലാം മെയിൻ റീസൺ ആയിട്ട് നമ്മൾ വാഷിംഗ് മെഷീന് തന്നെയാണ് കാണേണ്ടത്. നമ്മൾ വസ്ത്രം അലക്കിയിട്ട് ഇടും, പക്ഷേ നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കെല്ലാം വാഷിംഗ് മെഷീൻ ഈ പറഞ്ഞ രീതിക്ക് വൃത്തിയാക്കണം. അതുപോലെ അടിവസ്ത്രങ്ങളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാതിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക എന്നാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.